ഒരുപാട് അത്ഭുതവും അതുപോലെ തന്നെ വളരെ ദുഃഖകരവുമായിട്ടുള്ള ഒരു നിമിഷമാണിത്. കാരണം ഇന്ത്യൻ ആർമിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ 1968 ലഡാക്കിൽ നിന്ന് ലേയിലേക്കുള്ള യാത്രക്കിടെയാണ് വിമാനം തകർന്ന് ഇദ്ദേഹത്തെ കാണാതാകുന്നത്. ഇലന്തൂർ സ്വദേശിയായ തോമസ് ചെറിയാൻ്റെ മൃതദേഹമാണ് അങ്ങനെ ലഡാക്കിൽ നിന്നും പിന്നീട് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും തോമസ് ചെറിയാൻ്റെ മൃതദേഹം ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മിലിറ്ററി ക്യാമ്പ് ഏറ്റുവാങ്ങി. ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ 1968 നടന്ന സൈനിക വിമാന അപകടത്തിലാണ് ഇലന്തൂർ ഈസ്റ്റ് ഒഡാലിൽ പുത്തൻ വീട്ടിൽ തോമസ് ചെറിയാൻ മരണമടയുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ വളരെ അടുത്ത കാലത്ത് ഈ മൃതദേഹം കണ്ടെത്തുകയും തുടർന്ന് റോത്താങ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ ഭൗതിക ശരീരം പ്രത്യേക പെട്ടിയിലാക്കി തിരച്ചിൽ സംഘം ഹെലിപ്പാഡിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ നിന്ന് ഇന്നലെ രാവിലെയാണ് ചണ്ഡീഗഡിലെത്തി പോസ്റ്റ്മോർട്ടവും മറ്റ് നടപടികളും ഒക്കെ പൂർത്തീകരിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് എത്തിച്ചത്. എന്തായാലും നാളെ ഈ മൃതദേഹം കുടുംബ കല്ലറയിലൊക്കെ അടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി തന്നെ ഇദ്ദേഹത്തിൻ്റെ സഹോദരി അടക്കം പറയുന്നുണ്ടായിരുന്നു കുടുംബത്തോടൊപ്പം കുടുംബക്കല്ലറിൽ അടക്കണമെന്നുള്ള ഒരു ആഗ്രഹം. അക്കാലത്ത് 22 വയസ്സിലാണ് കാണാതെയാകുന്നത്. പിന്നീട് ഇത്രയും കാലമായി അപ്പോൾ എവിടെ പോയി എന്നുള്ള ചോദ്യവും എവിടെ മരണപ്പെട്ടോ എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ മരണവാർത്ത പിന്നീട് അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കരസേനയുടെയും മറ്റ് സേനകളുടെയും ഒക്കെ ഔദ്യോഗിക ബഹുമതികളോടെ കുടുംബം ഈ മൃതദേഹം ഏറ്റുവാങ്ങുകയാണ്. ക്യാമറമാൻ നല്ലേ മുരുകനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.